നാളുകൾക്ക് ശേഷം സുനിത വില്യംസിനും ബുച്ച് വിൽമോറിനും ഭൂമിയിലേക്ക് മടങ്ങിയെത്താനുള്ള വഴി ഒരുങ്ങിയിരിക്കുകയാണ്. ഇരുവരെയും തിരികെ എത്തിക്കുന്നതിന്റെ ഭാഗമായ സ്പേസ് എക്സ് പേടകം ഡ്രാഗൺ ക്രൂ 10 വിക്ഷേപിച്ചു. ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ 4:30 റോക്കറ്റ് കുതിച്ചുയർന്നത്. സ്പേസ് എക്സ് ഫാൽക്കൺ 9 പേടകത്തിൽ 4 ബഹിരാകാശ യാത്രികരാണുള്ളത്. നാസ ബഹിരാകാശ യാത്രികരായ ആനി മക്ലെയിൻ, നിക്കോൾ അയേഴ്സ്, ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി ബഹിരാകാശ യാത്രിക തകുയ ഒനിഷി, റോസ്കോസ്മോസ് ബഹിരാകാശ യാത്രികൻ കിറിൽ പെസ്കോവ് എന്നീ 4 ക്രൂ അംഗങ്ങളെയാണ് ദൗത്യത്തിനായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് അയച്ചിരിക്കുന്നത്. മാർച്ച് 19 ബുധനാഴ്ചയായിരിക്കും സുനിത വില്യംസും ബുച്ച് വിൽമോറും തിരികെ എത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സുനിത വില്യംസിനെയും സഹയാത്രികൻ യൂജിൻ ബുച്ച് വിൽമോറിനെയും കൊണ്ട് ജൂൺ 5-ാം തീയതിയാണ് ബോയിംഗ് സ്റ്റാർലൈനർ ബഹിരാകാശ നിലയത്തിലേക്ക് കുതിച്ചത്. ജൂൺ പകുതിയോടെ തിരിച്ചെത്താനായിരുന്നു പദ്ധതി. എന്നാൽ ത്രസ്റ്ററുകളുടെ തകരാറുകൾ കാരണം മടക്കയാത്ര അനിശ്ചിതത്വത്തിലാവുകയായിരുന്നു. ജൂൺ 14-ന് മടങ്ങേണ്ട പേടകത്തിന്റെ യാത്ര പിന്നീട് പലതവണ മാറ്റിവെച്ചു. സാങ്കേതിക തകരാറുകൾ പഠിക്കാൻ നാസയ്ക്ക് കൂടുതൽ സമയം ആവശ്യമായി വന്നതാണ് മടക്കയാത്ര വൈകാൻ കാരണമായത്. യാത്രികരുടെ സുരക്ഷ പരിഗണിച്ചായിരുന്നു മടക്കയാത്ര നീട്ടിവെച്ചത്. ഇതിന് പിന്നാലെയാണ് ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിന്റെ ക്രൂ 9 മിഷന്റെ ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റിൽ സുനിതയെയും വിൽമോറിനെയും തിരികെ എത്തിക്കാൻ തീരുമാനിച്ചത്.